ഹായ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. ഇപ്പോൾ നമ്മൾ UDF-ന്റെ വിജയത്തിളക്കത്തിൽ സതീശന്റെ പ്രസ്താവനയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കക്ഷികൾ UDF-ലേക്ക് വരും, UDF-ന്റെ വികസനം ഉണ്ടാവും എന്നുള്ള സസ്പെൻസ് ആണ്. ആരാണ് എന്താണ് എന്നിപ്പോൾ പറയുന്നില്ല എന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത്. UDF-ലേക്ക് കൂടുതൽ കക്ഷികൾ വരാൻ ഇനി അധികം എല്ലാവരും 2 മുന്നണി 3 മുന്നണിയിലായിട്ട് നിലകൊള്ളുകയാണ്. ഇനി ആ മുന്നണിയിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ ചാടാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനാണ് സാധ്യത കൂടുതൽ. ശരിയാണ്. കാരണം ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അധികാരം ഒരു വലിയ വിഷയമാണ്. കാരണം പാർട്ടി വലുതാവണമെങ്കിലും പാർട്ടിയിൽ ആളെ കിട്ടണമെങ്കിലും ഒക്കെ ഒരു മിനിമം ഒരു MLA എങ്കിലും ഉണ്ടായിരിക്കണം, മന്ത്രിസ്ഥാനം കിട്ടിയിരിക്കണം എന്നൊക്കെയാണ് ചെറിയ പാർട്ടികളുടെ ആഗ്രഹങ്ങൾ. എന്നാലേ ചെറിയ പാർട്ടി കുറച്ചുകൂടി വികസിക്കുകയുള്ളൂ. അപ്പോൾ അവർ ചെറു പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏത് മുന്നണിക്കാണോ അധികാരം ആ മുന്നണിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അത് ഇപ്പോൾ കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് അധികമില്ല എന്നുണ്ടെങ്കിലും മുന്നൊക്കെ നല്ല ഉണ്ടായിരുന്നു. മുന്നൊക്കെ ഓരോ ഇലക്ഷനിലും ഒരു മുന്നണിയിൽ നിന്നും അടുത്ത ആ മുന്നണിയിൽ നിന്ന് തന്നെ വീണ്ടും മാറി മന്ത്രിസഭ രൂപീകരിക്കുന്ന കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടായിരുന്നു. ഏതായാലും ഇപ്പോൾ നിൽക്കുന്ന കക്ഷികളൊക്കെ ഏകദേശം ഒരു ഭാഗത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ LDF-ൽ നിന്ന് കേരള കോൺഗ്രസ് വരണം എന്ന ഒരു ആഗ്രഹം നേതാക്കന്മാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എങ്കിലും കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്ത് നിന്ന് ഒരു നിലപാട് ഇതുവരെ പരസ്യമായി കണ്ടിട്ടില്ല. എങ്കിലും അതിനിടയ്ക്ക് PJ ജോസഫ് പറഞ്ഞു അത് ഇതിന്റെ ആവശ്യമില്ല, കാരണം അല്ലാതെ തന്നെ നമുക്ക് കോട്ടയം ജില്ലയിലാണല്ലോ സ്വാധീനം, അവിടെ ഇപ്പൊ തന്നെ നമുക്ക് നല്ല മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നും PJയുടെ അഭിപ്രായം. എന്നാൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് പൂർണ്ണമായും അദ്ദേഹം അതിനെ തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം ആഗ്രഹിക്കുന്നത് കേരള കോൺഗ്രസ് എം കൂടി ഉൾപ്പെടണം എന്ന് തന്നെയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വിഭാവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കണം. കേരള കോൺഗ്രസ് എം ആണെങ്കിൽ അവരുടെ ഈ പുതിയ അഭിപ്രായം മുന്നേ പറഞ്ഞത് ഞങ്ങൾ ഇവിടെ തന്നെ ഉറച്ചു നിൽക്കും എന്നൊക്കെ തന്നെയാണ്. എങ്കിലും ഇലക്ഷന് ശേഷം അവരുടെ പ്രസ്താവനകളൊന്നും കണ്ടിട്ടില്ല. പിന്നെ സതീശൻ പറയുന്നത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നാണ്. പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ ആരൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ അതിനൊരു വ്യക്തമായ ഉത്തരം അദ്ദേഹം കൊടുത്തിട്ടുമില്ല. സസ്പെൻസ് എന്നാണ് പറഞ്ഞത്. ഒക്കെ മുൻകൂട്ടി അറിഞ്ഞാൽ അത് പിന്നെ അതൊരു ഇതില്ലല്ലോ, അതിന്റെ സസ്പെൻസ് ഇല്ലല്ലോ. അപ്പൊ അത് സസ്പെൻസ് ആയി നിൽക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം ഉപയോഗിച്ച വേറെ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്നാണ്. ഈ രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടി ബലമുള്ളവരൊക്കെ വരികയാണെങ്കിൽ അവർക്ക് സീറ്റുകളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സീറ്റുകൾ കൂടുതൽ കക്ഷികൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ UDF-നെ സംബന്ധിച്ച് ഗുണം ചെയ്യില്ല. കാരണം ഈ 140 എന്ന സീറ്റിൽ എവിടെയും വർധനവ് വരുന്നില്ല. അപ്പൊ ഈ 140-ൽ നിന്ന് തന്നെയാണ് വരുന്നവർക്കെല്ലാം സീറ്റുകൾ കൊടുക്കേണ്ടത്. അത് ഘടകകക്ഷികളുടെ സീറ്റുകൾ കാര്യമായി എടുക്കുവാൻ അവർ സമ്മതിക്കുകയുമില്ല. കാരണം അവർക്ക് പരിമിതമായ സീറ്റുകളാണുള്ളത്. പിന്നെ രണ്ടാമത്തെ കക്ഷിയായ മുസ്ലിം ലീഗ് ആരെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ ചിലപ്പോൾ അവർ ഒരു സീറ്റൊക്കെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവും. മറ്റുള്ള ഘടകകക്ഷികൾക്കൊന്നും അങ്ങനെ കൊടുക്കാൻ മാത്രമുള്ള ഒരു സീറ്റ് അവരുടെ കൈവശമില്ല. അപ്പോൾ ഘടകകക്ഷികളുടെ സീറ്റ് കൊടുക്കാൻ സാധ്യമല്ല. പിന്നെ ആരെ കൊണ്ടുവന്നാലും അത് കൊടുക്കേണ്ടി വരിക കോൺഗ്രസ് പാർട്ടിയുടെ സീറ്റുകളായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ കക്ഷികളെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഉൾപ്പെടുത്തേണ്ടതില്ല, സഹകരിപ്പിച്ചാൽ മതിയായിരിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒക്കെ അഭിപ്രായം. കാരണം ഇപ്പോൾ വ്യക്തമായ ഒരു ട്രെൻഡ് UDF അനുകൂലമായി നിലകൊള്ളുന്നുണ്ട്. നിലമ്പൂരിൽ PV അൻവറിന്റെ പാർട്ടി, നിലമ്പൂരിൽ എന്ന് മാത്രമല്ല കേരളത്തിൽ, പക്ഷേ നിലമ്പൂരിലാണല്ലോ അവർക്ക് കൂടുതൽ സ്വാധീനം. അവര് നിലമ്പൂരിൽ എന്ന് മാത്രമല്ല തൃണമൂൽ കോൺഗ്രസ് കേരളത്തിൽ ആദ്യമേ ഉണ്ട്. ഇപ്പോൾ അൻവർ രൂപീകരിച്ചതിന് ശേഷം, അൻവർ അതിൽ ചേർന്നതിന് ശേഷമാണ് അതിന് കൂടുതൽ പേര് വന്നു തുടങ്ങിയത് എന്ന് മാത്രം. അദ്ദേഹത്തെ ഇതിൽ അസോസിയേറ്റഡ് ആയിട്ട് സഹകരിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്ത ഇതിന് പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ തന്നെ ഉണ്ടായിരുന്നല്ല. അത് സ്ഥിരീകരിക്കപ്പെടുകയാണ്. അപ്പോൾ UDF-ൽ അൻവർ ഘടകകക്ഷിയായി എത്തുന്നു എന്നത് ഒരു പുതിയ കക്ഷി തന്നെയാണ്. മറ്റുള്ള കക്ഷികളുടെ വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടുമില്ല.
ഏതായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കക്ഷികളെ കൊണ്ടുവരുന്നതിലും വലിയ പ്രയോജനമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഇവിടെ 140 സീറ്റ് വർദ്ധിക്കുന്നില്ല എന്നതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസിൽ തന്നെ ഒരുപാട് ആളുകൾ നിയമസഭാ സീറ്റ് സ്വപ്നം കണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ സീറ്റ് കിട്ടേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട് എന്നതൊരു ഒരു വസ്തുതയാണ്. എന്നാലും മുന്നണിയുടെ വികസനം നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വിജയം കുറയും എന്ന ഒരു ധാരണ ഇപ്പോൾ നേതാക്കൾക്കിടയിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുതിയ പാർട്ടികളെ മുന്നണിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യം. അതിനൊരു പുതിയ പേര് അദ്ദേഹം കൊടുത്തു എന്നത് മാത്രം, പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വലിയ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല, സഹകരിപ്പിക്കാവുന്ന എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. മറ്റു രണ്ട് മുന്നണികളിൽ നിന്നും പാർട്ടികൾ വരും എന്നും ഒരു പ്രത്യാശയും നേതാക്കന്മാരൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് എന്നെങ്കിലും അതിനെപ്പറ്റി ഒരു ചർച്ചകളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നും തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, PV അൻവറിന്റെ പാർട്ടിക്ക് അസോസിയേറ്റഡായി കടാശിയായി സഹകരിപ്പിക്കാൻ തീരുമാനിച്ചു എന്ന വാർത്ത പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ തന്നെ അത് ഉണ്ടായിരുന്നതാണ്. അത് ഏകദേശം ശരിയായിരിക്കും. അതുമായി മുന്നോട്ട് പോകുന്നുമുണ്ടായിരിക്കും. കേരള കോൺഗ്രസ് എന്ന് അവർ വരുന്ന കാര്യം അവരൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ചർച്ച ചെയ്തിട്ട് കാര്യവുമില്ല. അതിന് PJ ജോസഫ് അതിനൊരു തടസ്സവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. അതവിടെ തുടരുന്നുണ്ട്. എങ്കിലും LDF നിന്നോ NDA നിന്നോ ആരെങ്കിലും പുതിയതായിട്ട് UDF എത്തുമോ എന്ന് ചോദിച്ചാൽ ഇതുവരെ അതിനുള്ള ഒരു സാധ്യതയും പുറത്തു വന്നിട്ടില്ല. ഇപ്പോൾ സതീശന്റെ ഭാഷയിൽ അത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമിൽ സംഘടനകളെ കൂടി സഹകരിപ്പിക്കും എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ സാംസ്കാരിക സംഘടനകളൊക്കെ ഒരുപാട് കേരളത്തിലുണ്ടല്ലോ. അതിൽ സഹകരിപ്പിക്കാവുന്നവരെയൊക്കെ സഹകരിപ്പിക്കുക എന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സീറ്റുകളൊന്നും കൊടുക്കേണ്ടി വരത്തില്ല. അവർ ഉദ്ദേശിക്കുന്ന, പക്ഷെ അവിടെ വേറൊന്നുണ്ട്, അവർ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് സീറ്റുകൾ കൊടുക്കേണ്ടി വരും. അതൊരു ബാധ്യതയായിരിക്കും. കാരണം ഒരു സാംസ്കാരിക സംഘടനയോ ഒരു പ്രദേശത്ത് സ്വാധീനമുള്ള ആളുകളോ ഒരു UDF-മായി സഹകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റു പാർട്ടികളും മറ്റ് മുന്നണികളുമായി സഹകരിക്കുകയാണെങ്കിൽ അവർ ഒരാളെ നിർദ്ദേശിക്കും. ചിലപ്പോൾ കോൺഗ്രസ്സുകാരനായിരിക്കും, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളായിരിക്കും, എങ്കിലും അതൊരു കോൺഗ്രസിന്റെ മുഖമുള്ള ഒരാളായിരിക്കും. അങ്ങനെ ഒരാളെ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ ആൾക്ക് മുന്നണി സീറ്റ് കൊടുക്കേണ്ടി വരും. കാരണം എന്നാലും അവരെ സഹകരണം കിട്ടുകയുള്ളൂ. അപ്പോഴും അവിടെ ഒരു പുതിയ പാർട്ടി വന്ന രൂപത്തിൽ തന്നെ അതിന്റെ ചട്ടക്കൂട് മാറും. കാരണം അവർ നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് സീറ്റ് കൊടുക്കും. അപ്പൊ ആ മണ്ഡലം പ്രതീക്ഷിച്ച് അവിടെ 3, 4, 5 ഒക്കെ ആൾക്കാരോട് ഉണ്ടാവും സീറ്റ് പ്രതീക്ഷിച്ചിട്ട്. അവർക്ക് ആ സീറ്റ് കിട്ടുകയുമില്ല. അപ്പൊ അവിടെ അവർക്ക് ആ സീറ്റ് കിട്ടാത്തത് കൊണ്ടുള്ള റിബൽ ശല്യങ്ങള് ആ മണ്ഡലത്തിൽ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ സഹകരിപ്പിക്കുന്ന സാംസ്കാരിക സംഘടനകളെ അല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളല്ലാത്തവരുമായി സഹകരിപ്പിക്കുമ്പോൾ അവർ നിർദ്ദേശിക്കുന്ന വ്യക്തികൾക്ക് സീറ്റുകൾ കൊടുക്കേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പൊ അതൊക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. UDF മുന്നണി വികസിപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിലും അതിലേക്ക് ആര് എന്ത് എന്ന് ഒരു വ്യക്തത ഇതുവരെ എത്തിയിട്ടില്ല. എങ്കിലും ഒരു പുതിയ പേര് ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം എന്ന ഒരു പുതിയ പേര് അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ന്യൂസ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായും വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. താങ്കളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാൻ ഓർമ്മിക്കുന്നു. അടുത്തൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.